നമസ്കാരം. നാളെ ഓഗസ്റ്റ് 4 തിങ്കളാഴ്ചയാണ്. രാശിപ്രകാരം നോക്കുമ്പോൾ നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഭൗതികമായ താല്പര്യങ്ങൾ ഇന്നേ ദിവസം വളർത്തുവാൻ സാധിക്കുന്ന ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളും വാങ്ങുവാനുള്ള സാധ്യതകൾ, ചെലവ് വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ പിന്നീട് ചില കാര്യങ്ങൾ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ പണം ചിലവാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നാവുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. തീരുമാനങ്ങൾ വേഗം കൈക്കൊള്ളുവാൻ സാധിക്കും. അവ നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ദിവസമായി തീരാം. കൂടാതെ ഇന്നേ ദിവസം മുഖം നോക്കാതെ തന്നെ പല കാര്യങ്ങളും തീരുമാനിക്കുകയോ പല നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാം. ബന്ധുഗുണത്തെ സൂചിപ്പിക്കുന്നതായ ഒരു ദിവസം തന്നെയാണ്. അല്ലെങ്കിൽ ചില സഹായങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉപദേശങ്ങൾ ലഭിക്കാവുന്ന ദിവസം തന്നെയാണ്. ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സുഖാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആലോചനാശൂന്യമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങൾ വന്നു ചേരാവുന്നതാണ്. ആദായം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ആത്മപരിശോധന നടത്തുവാൻ സാധിക്കുന്ന, പുനർചിന്തനം നടത്തുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. ഭാവി കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും തയ്യാറെടുപ്പുകൾ നടത്തുവാൻ സാധിക്കും. അറ്റകുറ്റപ്പണി നീട്ടിവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം മെച്ചപ്പാടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകും. എങ്കിൽ പോലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഓം നമഃശിവായ മന്ത്രം 108 ജപിക്കുന്നതും, അതായത് സാക്ഷാൽ പരമശിവനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് വിശേഷമായി തന്നെ കണക്കാക്കുകയും ചെയ്യും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം എന്നീ നാളുകാരാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശ്രദ്ധാപൂർവം പല കാര്യങ്ങളും കൈക്കൊള്ളേണ്ടതായ ഒരു ദിവസമാണ്. കാണുമ്പോൾ അനുകൂലമാകാം എന്ന് വിചാരിച്ചാൽ പോലും ചില കാര്യങ്ങൾ പ്രതികൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അധ്വാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാം. ചില പ്രശ്നങ്ങൾ തനിയെ പരിഹരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അതിൽ വിജയം കാണുവാൻ സാധിക്കുകയും ചെയ്യാം. സമ്മർദ്ദങ്ങൾ കുറയില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒറ്റക്കെട്ടായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ചെലവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സഹായങ്ങളും പിന്തുണയും വന്നെത്താവുന്ന ദിവസം തന്നെയാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ബന്ധുസമാഗമം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഔദ്യോഗികമായി തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല പ്രവൃത്തികളിലും തൃപ്തി ഉണ്ടാകുന്നതായ സമയമാണ് വന്നു ചേരുക. ബിസിനസ് വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം.
ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ഒരു കരുതൽ വേണ്ട സമയമാകുന്നു. പണച്ചെലവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദൂരദേശത്തേക്കുള്ള യാത്രകളുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിക്കുക, അതിന് തയ്യാറെടുപ്പ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ലഘുയാത്രകളാൽ ചില നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കുന്നതാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ നടത്തി എന്ന് വരാം. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ലഘുയാത്രകളാൽ പോലും നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായി ധനം ഉയരുന്നതായ സമയമാകാം. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. മനസമാധാനം വന്നു ചേരുന്ന സമയമാണ്. പല വിധത്തിലും സഹായങ്ങൾ ലഭിക്കാവുന്ന സമയമാകുന്നു. ആശങ്കകൾ പലതും പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ കലഹങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തം കഴിവുകൾ നന്നായി പ്രയോജനപ്പെടുത്തുവാനും പരാശ്രയത്വം കുറയ്ക്കുവാനും സാധിക്കും. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. കൈവായ്പകൾ മടക്കി കിട്ടുന്നതായ സമയമാണ്. കൂടാതെ പല തർക്കങ്ങളിലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ദേഹക്ലേശം വരുത്തി വയ്ക്കുന്നതായ സമയമാണ്. അത് യാത്രകളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഈ സമയം പരുഷമായ വാക്കുകൾ പ്രയോഗിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. വിജയിക്കുവാൻ ധാരാളം സാഹചര്യങ്ങൾ തുറന്ന് ലഭിക്കുന്നതാണ്. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആദായം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല വിധത്തിലും അനുകൂലമായ അവസരങ്ങൾ, അത് ധനലാഭവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാം. കൂടാതെ ഈ സമയം അല്പം അലച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കൂടാതെ അർഹതയ്ക്കനുസരിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ ശുഭകരമാക്കി തീർക്കും. ഇന്നേ ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്.